നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ പൊതു സ്വഭാവം പറഞ്ഞാൽ സൽസ്വഭാവികളും സദാചാര നിഷ്ഠയുള്ളവരൊക്കെയാണ് വിശാഖ നക്ഷത്രക്കാർ. നീതി നിർവഹണ കാര്യത്തിലൊക്കെ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. സ്വന്തം അഭിപ്രായങ്ങളിലൊക്കെ അവർ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അധിക സമയം സ്വജനങ്ങളിൽ നിന്ന് അകന്നു കഴിയാനൊക്കെ, സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സ്വജനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അകന്നു കഴിയുന്ന ഒരു ആളുകളാണ് ഇവർ. സ്വന്തം മാതാപിതാക്കളെ പറ്റി വളരെയേറെ അഭിമാനിക്കുന്ന നക്ഷത്രക്കാരാണ് വിശാഖ നക്ഷത്രക്കാർ. അവരുടെ സ്വഭാവം അനുസരിച്ച് അഭിമാനികളാണ്. അവരെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒക്കെ അത് തോന്നുമെന്നുണ്ടെങ്കിലും സ്വജനങ്ങളെ ഒന്നും അങ്ങനെ അകമഴിഞ്ഞ് സ്നേഹിക്കാനുള്ള ഇതൊന്നും അവർക്കുണ്ടാവില്ല. വളരെ അധ്വാനശീലരും സ്വാശ്രയ ബോധവും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യാറ്. അടുത്ത ബന്ധുക്കളുടെ പോലും അതൃപ്തിക്ക് അത് കാരണമാകുന്നു. തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് തെറ്റായതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരുടെ അതൃപ്തിക്ക് കാരണമാകാറുണ്ട്. കഴിവതും അത്യാവശ്യങ്ങൾ മാത്രം ചെലവ് ചെയ്യാനും ബാക്കി സൂക്ഷിച്ചു വയ്ക്കാനും ഒക്കെ ഇവർക്ക് അത്യാവശ്യം വേണ്ട കാശ് മാത്രം ചിലവാക്കിയിട്ട് സമ്പാദ്യശീലമൊക്കെ ഉള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാർ. ആർക്ക് വേണ്ടി അങ്ങനെ വലിയ ത്യാഗം സഹിക്കാനൊന്നും, എന്തിനും വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാനൊന്നും അവർ തയ്യാറാവാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് വാക്കും പ്രവൃത്തിയൊക്കെ പൊതുവെ മനോഹരമായിരിക്കും. ഇവരുടെ വാക്കും പ്രവൃത്തിയൊക്കെ സമ്പത്തും ബന്ധുക്കളിൽ പ്രിയവും ഇഷ്ടവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ബന്ധുക്കളോടൊക്കെ കൂടുതൽ താല്പര്യവും ഇഷ്ടമുള്ള നക്ഷത്രക്കാരാണ് ഈ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇവർക്ക് എല്ലാ പ്രവർത്തനങ്ങളിലുമൊക്കെ നല്ല താല്പര്യമൊക്കെ ഉണ്ടാവും. ആത്മാർത്ഥതയൊക്കെ കൂടുതലുള്ളവരായിരിക്കും ഇതിൽപ്പെട്ട സ്ത്രീകൾ. അനിഴ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതഗതി പ്രധാനമായും ഒരു അനിശ്ചിതത്വത്തിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെയാണ്, എന്തിൽ മുന്നോട്ട് പോകണം. ചിലവർക്ക് ഒരു നിശ്ചിതാവസ്ഥ ഉണ്ടെങ്കിലും കാര്യങ്ങൾ മൊത്തത്തിലൊരു അനിശ്ചിതാവസ്ഥയാണ് അവർക്ക്. പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആകുല ചിന്തകൾ എപ്പോഴും ഇവർ അലട്ടിക്കൊണ്ടിരിക്കും. അതെ, ഭയങ്കരമായിട്ടുള്ള ചിന്തകളാണ് ഇവർക്ക്. അത് ആകുല ചിന്തകളാണ്. ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല ഇവർ. ശത്രുക്കൾ ഉണ്ടായാൽ പിന്നെ അവരോട് വലിയ ക്ഷമയോ സ്നേഹമോ ഒന്നും പിന്നെ ഇവരിൽ നിന്ന്, മമതയൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർക്കുള്ള. ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് പണമൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും കാരണത്തിൽ നിന്ന് ഇവർക്ക് ഇതിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ ഇവരുടെ മക്കളോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ വ്യാപാരം, വ്യവസായം, ഇങ്ങനെയുള്ള മേഖലകൾ, കൃഷി, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർ കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ഉന്നതരുടെ സൗഹൃദവും സഹകരണവും ഒക്കെ കിട്ടുന്ന ആളുകളാണ് ഈ അനിഴ നക്ഷത്രക്കാർ. പൊതുവെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും. ഞങ്ങളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യേണ്ട എന്ന ചിന്താഗതിയുള്ളവരാണ്. കുടുംബജീവിതം ഇവർക്ക് പൊതുവെ സന്തോഷകരമായിരിക്കും. നല്ല പങ്കാളിയൊക്കെ ഇവർക്ക് കിട്ടും. ഇഷ്ടപ്പെട്ട പങ്കാളിയെ തന്നെയാണ് ഇവർക്ക് ലഭിക്കാറ് സാധാരണ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശിരോരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, പുരുഷന്മാർക്കൊക്കെ ഈ രോഗങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക്. അനിഴ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പൊതുവെ ബന്ധുഗുണമുള്ളവരായിരിക്കും. എല്ലാ തരത്തിലും ഒരുപാട് ബന്ധുഗുണം ഇവർക്കുണ്ടാവും. ഭർത്താവിൽ ഇവർ പ്രിയമുള്ളവരും ഭർത്താവിനെ പരിചരിക്കുന്ന പ്രത്യേക കഴിവുള്ളവരായിരിക്കും അനിഴ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാർ വക്രബുദ്ധി തീരെ ഇല്ലാത്തവരാണ്. വക്രബുദ്ധി കുറഞ്ഞ ആളുകളാണ്. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യാനായിട്ട് തയ്യാറാവുകയൊക്കെ ചെയ്യും. എല്ലാവരോടും ഭയങ്കര സ്നേഹവും മമതയൊക്കെ ഉള്ളവരായിരിക്കും. കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നല്ല സാമർഥ്യം ഉള്ള നക്ഷത്രക്കാരാണ്. വിനയവും മര്യാദയും ഒക്കെ വേണ്ടിടത്ത് വേണ്ട പോലെ പ്രകടിപ്പിക്കാനൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ രീതികളെല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. സൗന്ദര്യവും ശരീരപുഷ്ടിയുമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ക്ഷീണിച്ചൊന്നും അല്ലെങ്കിലും നല്ല ആരോഗ്യമുള്ളവരായിരിക്കും ഇവർ. ക്ഷിപ്രകോപികളാണ്. പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ ഇവർ തണുക്കുകയും ചെയ്യും. ബന്ധുക്കളുമായിട്ടൊക്കെ എപ്പോഴും കലഹിക്കും. എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെയാണ് ഇഷ്ടപ്പെടുക. ബന്ധുക്കളുമായിട്ടൊക്കെ ഭയങ്കര കലഹവും തർക്കമൊക്കെ ഉള്ള ആളുകളാണ്. അവരെ അവഗണിക്കാനൊന്നും ഇവർക്ക് മടിയുണ്ടാവില്ല. ഇതിനാൽ പല ഗുണങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകും. ബന്ധുക്കളെയൊക്കെ ഇവർ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ പല ഗുണങ്ങളും ഇവർക്ക് ഇല്ലാണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിവാഹ ജീവിതം അസ്വസ്ഥമാകാനൊക്കെ ഇടയുള്ള കാരണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. ജീവിത പങ്കാളിക്ക് അംഗീകാരം നൽകാനൊക്കെയുള്ള മടി മൂലം പല കലഹങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെന്ന് പറയുമ്പോൾ മനസ്വസ്ഥത കുറഞ്ഞ സ്ത്രീകളായിരിക്കും. ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം മനക്ലേശം ധാരാളം ഇവർക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്.
അതുപോലെ തന്നെ വിമർശനത്തിനും അതുപോലെ അപവാദത്തിനും ഒക്കെ പാത്രീഭവിക്കേണ്ട രീതിയൊക്കെ സ്ത്രീകൾക്ക് വന്നു ചേരുന്നുണ്ട്. ധനവും സൗഭാഗ്യവും ബന്ധുക്കളിൽ നിന്ന് സന്തോഷവും ഒക്കെ ഉള്ള ആളുകളാണ് ഈ പറയുന്ന തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ.